നല്ല അടിപൊളി ബ്ലാക്കിൽ വൈറ്റ് ലൈന് വരുന്ന അമ്മക്കോഴിയും കുഞ്ഞുങ്ങളാണ് കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ ബ്ലാക്ക് വൈറ്റ് കുഞ്ഞുങ്ങളാണ്. ഈ അമ്മക്കോഴിൻ്റെ കുഞ്ഞുങ്ങൾ ഒറ്റൊന്നുമില്ല കേട്ടോ ഇതിൽ. കാരണം ഏകദേശം ചില ആളുകൾ തെറ്റിദ്ധരിക്കും, കഴുത്തിൽ ലൈനും ബ്ലാക്കും ഒക്കെ കാണുമ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇതിൻ്റെ കുഞ്ഞുങ്ങളല്ല, ഇത് ബ്ലാക്ക് വൈറ്റ് പുള്ളിക്കോഴിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇത് ഇവിടുന്ന് മുന്നേ നമ്മളെ അടുത്തുനിന്ന് പോയതാണ് കേട്ടോ. ഒക്കെ അടയിരുന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ്. നല്ല അടിപൊളി ടീമാണ്, നല്ല കളർ ഐറ്റംസാണ്. ഇതുപോലുള്ള അമ്മക്കോഴിനെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നുകൊണ്ട് ചോദിക്കലുണ്ട്, ബുക്ക് ചെയ്ത് പോകലുണ്ട്. ഇപ്പോൾ തന്നെ 2-3 നാൾ ചോദിച്ച് വെച്ചിട്ടുണ്ട് ആയ പറയാൻ വേണ്ടിയിട്ട്. കാരണം ഇതുപോലുള്ള വളരെ കുറഞ്ഞാൽ കിട്ടുന്നത്. അതിൻ്റെ കഴുത്തിൻ്റെ അവിടെയുള്ള ലൈൻ ഉണ്ടല്ലോ, ഭയങ്കര ഭംഗിയാണ് കാണാൻ. അപ്പോൾ അതുപോലെയുള്ള ഓരോ തരം സെറ്റുകൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് എടുക്കണവർ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമ്മളെ കോഴിനെ മൊത്തത്തിൽ കാണാൻ ചോദിക്കുമ്പോൾ നമ്മൾ ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ മൊത്തം എല്ലാ കോഴികളും വരും. അതിലിങ്ങനെ കാണാം ഓരോ ഐറ്റംസ്. അപ്പോൾ ഇതുപോലെയുള്ളതൊക്കെ ഓരോരുത്തർ ചോദിക്കലുണ്ട്. ഇപ്പോൾ 2-3 ആൾ ഇത് ചോദിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ ഐറ്റത്തിന് ചോദിക്കലുണ്ട് ആയ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ എല്ലാം ഒന്നും നമുക്ക് ലിസ്റ്റിൽ ഇട്ടേക്കാൻ പറ്റില്ല. അതായത് ഇവിടെ വന്ന് ചോദിക്കണമല്ലോ, പിന്നെ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും ഇവിടെ അടുത്തുള്ളവരുണ്ടാവുക. ലോങ്ങിൽ നിന്ന് വരുന്നവർ പിന്നെ നമ്മൾ വാട്സാപ്പിൽ ആദ്യം തന്നെ ബുക്ക് ചെയ്തിട്ടാൽ നമുക്ക് അങ്ങനത്തെ ഐറ്റംസ് ഏതാ കളറ് വേണ്ടി വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. അതും എല്ലാവരും കൂടി ബുക്ക് ചെയ്തിട്ടും കാര്യമില്ല കേട്ടോ. കാരണം കൂടുതൽ സാധനം ഇറക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റണില്ല. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് സ്റ്റോക്ക് കുറവാണ്. കണ്ടില്ല, അവിടെ ഇരുന്ന് വിരിഞ്ഞ തന്നെയാണ്. അപ്പോൾ ആവശ്യക്കാരെ നമ്മളായിട്ട് ബന്ധപ്പെടുക. കാലിക്കറ്റ് രാമനാട്ടുകരാണ് സ്ഥലം വരുന്നത്. ഹൈവേയിൽ ഡെലിവറി ചെയ്യുന്നുണ്ട്. 300 രൂപ ചാർജ് വരുന്നുണ്ട്. ക്യാഷ് ഓൺ ഡെലിവറി അല്ല. വീണ്ടും ആൾക്കാർ വിളിച്ചാണ്ട് ചോദിക്കുന്നുണ്ട്, സാധനം അവിടെ കൈ കിട്ടുമ്പോൾ പൈസ എന്നാ പോരെയെന്ന്. നമ്മളൊരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ആയിരക്കണക്കിന് കോഴികൾ നമ്മൾ ഇവിടുന്ന് കൊടുത്തിന്, ലക്ഷക്കണക്കിന് കുട്ടികളെ കൊടുത്തിന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം ഒരു ടീമിൻ്റെ ഇന്നലെ ഇപ്പോൾ നമ്മൾ ലിസ്റ്റ് സ്ലിപ്പ് ഉണ്ടാവും, അത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ ഒരുപാട് സ്ലിപ്പ് ഒറ്റ ടീമിൻ്റെ ഉണ്ട്. അപ്പോൾ ഒരുപാട് 2-3 വണ്ടി ഉണ്ട്. വണ്ടിയിലൊക്കെ നമ്മൾ വിടലുണ്ട്. അപ്പോൾ അതുപോലുള്ള സെറ്റുകളൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ആദ്യം ചെക്ക് ചെയ്ത് നോക്കുക, വിശ്വസിക്കാൻ പറ്റിയതാണോ എന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം ക്യാഷ് അടയ്ക്കുക, ഓക്കെ ആക്കുക. നമ്മൾ വീഡിയോ വിട്ടുതരും, അതിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ആയതാണെന്നുണ്ടെങ്കിൽ മാത്രം ക്യാഷ് അടച്ചാൽ മതി. പിറ്റേന്ന് രാവിലെ തന്നെ നമ്മൾ കയറ്റി വിട്ടുതരും. രാവിലെ വിട്ടാൽ രാത്രി 9-ന് തിരുവനന്തപുരം വരെ എത്തുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള അടയിരിക്കുന്ന ഒറിജിനൽ നാടൻ കോഴികളാണ് കൊടുക്കുന്നത്. പിന്നെ ഇത് പുള്ളി എന്ന് പറഞ്ഞാൽ ഈ കളർ കണ്ടിട്ട് ഫാൻസി ആണോ എന്ന് തെറ്റിദ്ധരിക്കേണ്ട. അതൊക്കെ നമ്മൾ അടയിരിക്കുന്ന ഒറിജിനൽ നാടൻ കോഴിൻ്റെ കുഞ്ഞുങ്ങൾ തന്നെയാണ്. പിന്നെ ഓരോ കളർ എന്ന് പറഞ്ഞാൽ ഓരോ ഇപ്പോൾ ട്രെൻഡായിട്ട് രസത്തിന് വളർത്തുന്നവരുണ്ട്, മുട്ടയ്ക്ക് വേണ്ടി വളർത്തുന്നവരുണ്ട്. അങ്ങനെ പല ഐറ്റത്തിലാണ് വളർത്തുന്നത്. അപ്പോൾ പിന്നെ ഭംഗിക്ക് വളർത്തുന്നവർ ഇങ്ങനത്തെ ഓരോ ഐറ്റംസ് തിരഞ്ഞ് നടക്കുക ചെയ്യുന്നത്. പിന്നെ വൈറ്റിൽ ലൈന്, ബ്ലാക്കിൽ ലൈന്, അങ്ങനെ ഓരോ ഐറ്റംസുകൾ. അപ്പോൾ അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിറക്കുമ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റുകൾ മാറ്റമുണ്ടാവും. ഒക്കെ നാടൻ കോഴി അല്ല എന്നുള്ള ചോദിക്കുന്നുണ്ട്. കാരണം സംഭവമൊക്കെ നാടൻ കോഴിയാണെങ്കിലും നമ്മൾ ഓരോ ആളുകളിൽ നിന്ന് എടുക്കുമ്പോൾ അതിൻ്റേതായ ഓരോരുത്തർ ഓരോ റേറ്റിലാണ് തരിക സാധനം. അപ്പോൾ നമ്മൾ പോയി എടുക്കണം, നമ്മളെ ചിലവും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റിനെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്തായാലും നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് 1 മാസം കഴിഞ്ഞിട്ടേ എന്താവുള്ളൂ. നമ്മൾ മുട്ടയിട്ട് അടായി 1 മാസം 1.5 മാസമാവും കൊടുക്കാനാവണം. അത്രയും സമയം നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് നോക്കണമെങ്കിൽ നല്ലൊരു ചിലവ് വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് നോക്കിയാൽ മനസ്സിലാവില്ല. കാരണം വീട്ടിൽ 2-3 കോഴി വളർത്തുമ്പോൾ തീരെ ചിലവ് വരില്ല. നാടൻ കോഴിയാകുമ്പോൾ അയച്ചു വിട്ടിട്ട് വീട്ടിലത്തെ വേസ്റ്റുകളും കൊടുത്താൽ മതി. നമ്മളങ്ങനെയല്ല, മൊത്തത്തിൽ കൂടുതൽ 100-250 കോഴികളുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ള ഫുഡ് തന്നെയാണ് കൂടുതലും കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ.